ക്ലാസ് മുറികളിലെ പരമ്പരാഗതമായ ഇരിപ്പിട രീതി മാറ്റുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ 10 വർഷം മുൻപ് ഈ രീതി നടപ്പാക്കിയ ഒരു സ്കൂളുണ്ട്. കോഴിക്കോട് കൊടുവള്ളിയിൽ CQ പ്രീ സ്കൂളാണ് വർഷങ്ങളായി യു-ഷേപ്പ് ക്ലാസ് മുറികൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത്. പുതിയ യു-ഷേപ്പ് സംവിധാനം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും കൂടുതൽ ഊർജ്ജസ്വലമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കുമെന്നതാണ് ഇവരുടെ അനുഭവം. ബാക്ക് ബെഞ്ച് എന്ന പഴയ സങ്കല്പത്തെ പുതുക്കി പണിയണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. യു-ഷേപ്പിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ കാഴ്ചപ്പാടിലുള്ള ക്ലാസ് മുറിയാണിത്. നമുക്ക് ഈ ക്ലാസ് മുറിയെയും ഒപ്പം ഈ സ്കൂളിനെയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ യു-ഷേപ്പ് ക്ലാസിൻ്റെ പ്രത്യേകതകളെന്ന് നമ്മളോട് പറയാനായിട്ട് CQ പ്രീ സ്കൂളിൻ്റെ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ഇല്യാസ് അബ്ദുള്ളയുണ്ട്. എന്താണ്, എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ക്ലാസ് ഉണ്ട്? ഈ രൂപത്തിൽ നമ്മൾ തുടക്കം മുതലേ പിന്തുടർന്നു പോരുന്ന രീതിയാണ് ഇങ്ങനെയുള്ളൊരു ഇരുത്തവും സമ്പ്രദായങ്ങളൊക്കെ. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം കുട്ടികളെ ശാരീരികമായി പിറന്തള്ളപ്പെടാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇരുത്തം ഇരിക്കുമ്പോൾ ആരും ബാക്ക് ബെഞ്ചസ് ആവുന്നില്ല, മുൻ ബെഞ്ചസ് ആവുന്നില്ല, ഞാൻ ബാക്കിലായി പോകുന്നില്ല എന്നുള്ള ഫീലിംഗ് ഇല്ല. ഇങ്ങനെ ബാക്ക് ബെഞ്ച് ആവാതിരിക്കുക, മുൻ ബെഞ്ച് ആവാതിരിക്കുക എന്നതിനപ്പുറം മാനസികമായിട്ടും കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് പാലിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മുന്നിലാണ് ഇരിക്കുന്നത്, ഡെസ്ക് പിറകിലാണ്. ഈ ഒരു ആശയം എങ്ങനെയാണ്? നമ്മുടെ പാരമ്പര്യ ക്ലാസ് റൂം സങ്കല്പം അനുസരിച്ചുള്ള ഒരു ക്ലാസ് റൂം അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ പിന്തുടരുന്നത്. ഇങ്ങനെ ബെഞ്ചിനെയും ഡെസ്കിനെയും ആശ്രയിച്ചിരിക്കുക എന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഈ ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത്. വളരെ ചില ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ബെഞ്ചിലും ഡെസ്കിലും ഇരിക്കുന്നത്. മിക്ക സമയത്തും ഇവർ ഈ ബെഞ്ചിലോ ഡെസ്കിലോ ഇരിക്കാതെ പുറത്താണുള്ളത്. നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസായാലും ഇൻഡോർ ആക്ടിവിറ്റീസായാലും അവർക്ക് വരയ്ക്കാനും എഴുതാനും ഉള്ളത് ഫ്ലോറിൽ വെച്ചും അല്ലാതെയുമാണ് എഴുതുന്നത്. ഇനി എഴുത്ത് ഡെസ്കിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ നമ്മളെല്ലാവരെയും ഒരേ സമയം നമ്മൾ പിന്തിരിഞ്ഞിരുത്തി ആ രൂപത്തിൽ ഡെസ്കിലേക്ക് എഴുതുന്ന സമ്പ്രദായമാണ് നമ്മൾ പിന്തുടർന്ന് പോരുന്നത്. ഓരോ വർഷവും കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറുന്നുണ്ട്. അതിനകത്ത് പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു മേഖലയിൽ 10 വർഷമായിട്ട് ഉള്ള ഒരാളെന്നുള്ള രൂപത്തിൽ തോന്നുന്നത്? നമ്മൾ കുട്ടികളുടെ ശാരീരിക വികസനം, മാനസിക വികസനം, ഭൗതിക വികസനം, സോഷ്യോ ഇമോഷണൽ വികസനം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് മുൻനിർത്തിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് CQ നടപ്പാക്കുന്നത്. ഈ സമ്പ്രദായം തന്നെയാണ് ലോകത്തെമ്പാടും ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലടക്കം കാലങ്ങളായി നടന്നു വരുന്നത്. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരേണ്ട മാറ്റം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. 100% സ്വാഗതാർഹമാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു ബാക്ക് ബെഞ്ച് മുൻ ബെഞ്ച് സമ്പ്രദായം, ഒരു ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് കുട്ടികൾ മുന്നിലാണോ പിന്നിലാണോ എന്നതിനപ്പുറം ഇത് മാനസികമായിട്ട് കൂടെ കുട്ടികളുടെ മുന്നിൽ പിന്നിൽ തരംതിരിവില്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്ലാസ് മുറിയിൽ ഇപ്പം എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്? CQ സമ്പ്രദായം അനുസരിച്ച് നമുക്ക് 27 കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ നമുക്ക് മാക്സിമം നമ്മുടെ സ്ട്രെങ്ത്. ആ 27 കുട്ടികൾക്ക് 3 ടീച്ചേഴ്സ് എന്ന കൺസെപ്റ്റ് കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മൾ പരിപാലിച്ചു പോരുന്നുണ്ട്, നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് 25 ഫീറ്റ് അടിയും നീളമാണ്. നമ്മൾ മിനിമം പറയുന്നത് ഒരു ക്ലാസ്സിന് 25 ഫീറ്റ് അടിയും 25 ഫീറ്റ് 25 സ്ട്രെങ്ത്താണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ക്ലാസ് റൂം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 30-25 അപ്പോൾ മിനിമം നമ്മുടെ ഒരു ക്ലാസ് റൂം 25 വേണമെന്നാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. എന്തായാലും ഭാവിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരത്തിന് ഉതകുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് 10 വർഷത്തെ അനുഭവത്തിൽ നിന്നും CQ സ്കൂളിന് പറയാനുള്ളത്.